എത്ര പ്രഗത്ഭനായാലും ലോക പൗരനായാലും ഒരു പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ നയങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രതികരിക്കാൻ. ശശി തരൂർ എം പി ഉയർത്തുന്ന വിവാദങ്ങൾ കോൺഗ്രസിനും UDF-നും ന്യായീകരിക്കാവുന്ന ഒന്നല്ല. ഏറ്റവും ഒടുവിൽ ശശി തരൂർ ദി വീക്ക് മാഗസിന് നൽകിയ ലാസ്റ്റ് വേർഡ് എന്ന കോളത്തിൽ മോദി സർക്കാരിനെ പ്രശംസിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് കോവിഡിൻ്റെ 5ാം വർഷം, ആ 5ാം വർഷത്തിൽ കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എടുത്ത നടപടികൾ വളരെ വിജയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ അവകാശപ്പെടുന്നത്. അപ്പോൾ 100-ലധികം രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകിയതിലൂടെ വലിയ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് രാജ്യത്തെ ആരോഗ്യരംഗത്ത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആഗോള ആരോഗ്യ നയതന്ത്രത്തിൽ വൻ വിജയമാണ് മോദി സർക്കാർ എന്ന് സമർത്ഥിക്കുകയാണ് ശശി തരൂർ. അപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂർ ഇതാദ്യമായല്ല മോദി സർക്കാരിനെ പ്രശംസിക്കുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധകാര്യത്തിലും ഇതേപോലെ മോദിയുടെ നയങ്ങളെ തരൂർ പ്രശംസിച്ചിരുന്നു. കേരളത്തിലാകട്ടെ പിണറായി സർക്കാരിൻ്റെ വ്യവസായ നയങ്ങളെ അത് വൻ വിജയമാണെന്നും സ്റ്റാർട്ടപ്പുകൾ ലക്ഷക്കണക്കിന് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പിണറായി സർക്കാരിനെ അനുമോദിച്ചത് വലിയ വിവാദമായിരുന്നു. ഈ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും എല്ലാം സാന്നിധ്യത്തിൽ ശശി തരൂരിനെ വിളിച്ചു വരുത്തുകയും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം എന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും പങ്കെടുത്തിരുന്നു. VM സുധീരനടക്കം, KPCC പ്രസിഡന്റ് സുധാകരനടക്കം, പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കേരളത്തിലെ എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. അപ്പോൾ തരൂരിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ലേഖനങ്ങളും അഭിമുഖങ്ങളും വെട്ടിലാക്കുന്നത് കോൺഗ്രസിനെയാണ്. കാരണം മോദി സർക്കാരുമായി BJP-യുമായി സന്ധിയില്ലാത്ത സമരമുഖത്തിലാണ് കോൺഗ്രസ്. ദേശീയതലത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നയം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ തരൂർ ഇടയ്ക്കിടയ്ക്ക് മോദിയെയും അതുപോലെ കേരളത്തിൽ പിണറായി സർക്കാരിനെയും പരസ്യമായി പ്രശംസിക്കുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഒന്നല്ല. 3 വട്ടം തിരുവനന്തപുരത്ത് നിന്ന് MP ആയ അദ്ദേഹം കോൺഗ്രസ്സുകാരുടെയും UDF-ൻ്റെയും വോട്ട് കൊണ്ട് തന്നെയാണ് വിജയിച്ചത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു വിജയമല്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ആ സാമാന്യ മര്യാദകൾ ലംഘിക്കുന്നത് തരൂരിനെ പോലെയുള്ള ഒരാളിന് ഒരു തരത്തിലും യോജിച്ചതല്ല. അദ്ദേഹത്തിന് വിവരമില്ലെന്നോ വിദ്യാഭ്യാസമില്ലെന്നോ ആരും പറയില്ല. അപ്പോൾ അറിവ് കൂടുതലുള്ള ഒരു നേതാവ്, ഒരു MP, ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം വീണ്ടും വീണ്ടും ഇത്തരം പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നത് തികച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ന്യായീകരിക്കാവുന്ന ഒന്നല്ല. കാരണം മോദി സർക്കാർ രാഹുൽ ഗാന്ധിയെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ എങ്ങനെയും ആക്രമിക്കുക എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് മുൻനിരയിൽ നിൽക്കേണ്ട, മുന്നണി പോരാളിയാകേണ്ട തരൂർ മോദിയെയും പിണറായി വിജയനെയും അടിക്കടി പ്രശംസിക്കുന്നത്.